തിരുവനന്തപുരം നെടുമങ്ങാട് സഹകരണ അർബൻ ബാങ്ക് നിയമന തട്ടിപ്പിൽ കോൺഗ്രസ് ഭരണസമിതി കുരുക്കിൽ. ഭരണസമിതിക്കെതിരെ പോലീസ് കേസെടുത്തു. ഡിസിസി ജനറൽ സെക്രട്ടറി തേക്കട അനിലാണ് പ്രധാന പ്രതി. ഡിസിസി ജനറൽ സെക്രട്ടറിമാരായ ആനാട് ജയനും കല്ലയം സുഖുവും പ്രതികളാണ്. 16 പേരെ അനധികൃതമായി നിയമിച്ചു എന്ന രജിസ്ട്രാറുടെ പരാതിയിലാണ് നടപടി. പരാതിയുടെ പകർപ്പ് റിപ്പോർട്ടർ ലഭിച്ചു. ആർ റോഷിപാൽ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് ആർ റോഷിപാൽ. ഇപ്പോൾ നെടുമങ്ങാട് ബാങ്ക് ഭരണസമിതിക്കെതിരെ പോലീസ് എടുത്തിരിക്കുന്ന കേസ് എങ്ങനെയാണ്, എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ? സുജയ, നെടുമങ്ങാട് സർവീസ് അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ വലിയ ആരോപണങ്ങൾ ഉയർന്നതാണ്. 16 പേരെ അനധികൃതമായി രേഖകൾ ഉൾപ്പെടെ തിരുത്തിക്കൊണ്ട് വ്യാജരേഖകൾ ചമച്ച് അവിടെ നിയമിച്ചുവെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ആ അന്വേഷണത്തിൽ കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിൽ സഹകരണ വകുപ്പ് അവരെ പിരിച്ചുവിടുകയും ചെയ്തു. അതിനുശേഷമാണ് സഹകരണ രജിസ്ട്രാറുടെ പരാതിയിൽ ഇപ്പോൾ നെടുമങ്ങാട് പോലീസ് ഇവർക്കെതിരെ കേസെടുത്തത്. ഭരണസമിതി അംഗങ്ങൾക്കെതിരെ കേസെടുത്തത്. 3 ഡിസിസി ജനറൽ സെക്രട്ടറിമാർ ഈ കേസിൽ പ്രതിയായിരിക്കുന്നു. വ്യാജരേഖ ചമക്കൽ, വഞ്ചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തേക്കട അനിൽകുമാർ ഏറ്റവും മുതിർന്ന കോൺഗ്രസിന്റെ തിരുവനന്തപുരത്തെ നേതാവ് കൂടിയാണ്. അതേപോലെ ആനാട് ജയൻ നേരത്തെ വാമനപുരം മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ചതാണ്. DCC ജനറൽ സെക്രട്ടറിയാണ്. അങ്ങനെ അതിനൊപ്പം തന്നെ കോൺഗ്രസിന്റെ ബ്ലോക്ക് പ്രസിഡന്റ് അടക്കം ഈ കേസിൽ പ്രതിയാകുന്ന സാഹചര്യമാണ്. വലിയ പ്രതിഷേധം ഇത് സംബന്ധിച്ച് കോൺഗ്രസിനകത്ത് തന്നെ നേരത്തെ ഉണ്ടായതാണ്. അത് പിന്നീട് സഹകരണ വകുപ്പ് വിവിധ അന്വേഷണങ്ങൾ നടത്തിയാണ് ഈ തട്ടിപ്പ് കണ്ടെത്തുകയും അതിൽ നടപടിയെടുക്കുകയും ചെയ്തത്. ശരി, ആർ റോഷിപാലാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്. കോൺഗ്രസ് ഭരണസമിതി കുരുക്കിലായിരിക്കുകയാണ്.